ഫ്രണ്ട്സ്, ഹൈ മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും മൊഡ്യൂൾ 3ലെ പ്രോബ്ലംസ് തന്നെയാണ് നോക്കുന്നത്. അതിന് മുൻപായിട്ട് പ്രധാനപ്പെട്ട ഒരു 3 ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ഡിഫറൻസിയേഷൻ ഓഫ് ഇൻഫിനിറ്റ് സീരീസ്. ഇഫ് y is equal to root f of x plus root f of x plus root f of x plus etc. ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട് കേട്ടോ. Then dy by dx is equal to f dash of x by 2y minus 1. ഓക്കെ, ഇതെങ്ങനെയാണെന്നുള്ളത് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്തത്, if y is equal to f of x raised to f of x raised to f of x etc. infinity, then dy by dx is equal to y square f dash of x by f of x into 1 minus y into log f of x. ഓക്കെ, ഒരെണ്ണം കൂടിയുണ്ട്. If y is equal to f of x plus 1 by f of x plus 1 by f of x plus etc. infinity, then dy by dx is equal to y f dash of x by 2y minus f of x. ഓക്കെ, പ്രോബ്ലംസ് നോക്കാം. ഇത് വരുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, y is equal to root cos x plus root cos x plus root cos x plus etc. എങ്കിൽ dy by dx നമ്മളിപ്പോൾ പഠിച്ച ഫസ്റ്റത്തെ ഇക്വേഷൻ പ്രകാരമാണ് നടന്നിരിക്കുന്നത്. അവിടുത്തെ എഫ് ഓഫ് എക്സ് ഏതാ? കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ dy by dx എന്താണെന്നാണ് പറഞ്ഞത്? എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ 2y മൈനസ് 1. അപ്പോൾ എഫ് ഓഫ് എക്സ് കോസ് എക്സ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? മൈനസ് സൈൻ എക്സ് ബൈ 2y മൈനസ് 1. ഓക്കെ, പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ലേ? അടുത്തത്, എക്സ് റേസ് ടു വൈ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ ആയാൽ dy by dx എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും ലോഗ് എടുക്കാം. ലോഗ് എടുക്കുമ്പോൾ എന്ത് വരും? y log x is equal to x minus y log e. ലോഗ് ഇ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇതെന്ത് കിട്ടി? എക്സ് മൈനസ് വൈ എന്ന് തന്നെ കിട്ടി. അടുത്തത്, ഈ വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പം എന്തായി? y log x പ്ലസ് y is equal to x. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് വൈനെ പുറത്തേക്ക് എടുത്താൽ എന്ത് കിട്ടും? log x പ്ലസ് 1 is equal to x. അതായത് y is equal to എന്ത് കിട്ടും? x ബൈ 1 പ്ലസ് log x എന്ന് കിട്ടും. അപ്പോൾ dy by dx ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സും സെക്കൻഡ് ഫംഗ്ഷൻ 1 പ്ലസ് ലോഗ് എക്സും ആണ്. അത് ഇപ്പോൾ കോഷ്യന്റ് റൂൾ വെച്ച് ചെയ്തിരിക്കുന്നതാണിത്. നമുക്ക് എന്ത് കിട്ടും? ലോഗ് എക്സ് ബൈ 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് റേസ് ടു എക്സ് റേസ് ടു എക്സെട്ര ഇൻഫിനിറ്റി ആയാൽ dy by dxൻ്റെ വില. നമ്മൾ രണ്ടാമത് പഠിച്ച ഇക്വേഷൻ പ്രകാരമാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? 1. ആ സെക്കൻഡ് ഇക്വേഷൻ പ്രകാരം dy by dx കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? y സ്ക്വയർ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് വൈ ഇൻറ്റു ലോഗ് എഫ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സും അറിയാം, എഫ് ഓഫ് എക്സും അറിയാം. ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതെന്ന് y സ്ക്വയർ ബൈ എക്സ് ഇൻറ്റു 1 മൈനസ് വൈ ലോഗ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വയ്ക്കുന്നത്. ഓക്കെ, അടുത്തത്, റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഇസ് ഇക്വൽ ടു 1 ആയാൽ dy by dxൻ്റെ വില 1/4 എന്ന ബിന്ദുവിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഇസ് ഇക്വൽ ടു 1 ആണ്. ഇപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുക. ഇതിൻ്റെ എടുക്കുമ്പോൾ എന്ത് വരും? 1/2 റൂട്ട് എക്സ് പ്ലസ് ഇതിൻ്റെ വരും എന്ത് വരും? 1/2 റൂട്ട് വൈ ഇൻറ്റു dy by dx. 1ൻ്റെ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? dy by dxൻ്റെ ടേം ഒരു സ്ഥലത്ത് നിർത്തിയിട്ടും ബാക്കിയുള്ള ടേമിനെ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് ഇവിടെ 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ അതിനെ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? മൈനസ് 1/2 റൂട്ട് എക്സ്. ഓക്കെ, ഇനി dy by dx കിട്ടാൻ എന്ത് ചെയ്താൽ മതി? മൈനസ് 1/2 റൂട്ട് എക്സിനെ 1/2 റൂട്ട് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അതിന് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷനും. ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ ആവാനായിട്ട് നമ്മൾ തല തിരിച്ചിട്ട് ഗുണിക്കുക അല്ലേ? നമുക്ക് തല തിരിച്ചിട്ട് ഗുണിച്ചതാണ് ഈ കാണുന്നത്. ആൻസർ എന്ത് കിട്ടി നമുക്ക്? മൈനസ് റൂട്ട് വൈ ബൈ റൂട്ട് എക്സ്. ഓക്കെ, നമുക്ക് 1/4 എന്ന് പറഞ്ഞ പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിന് പകരം 1/4 ഇട്ടാൽ വൈക്ക് പകരം 1/4 ഇടുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് ആൻസർ കിട്ടും? -1 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ്, ഒരു 24 പ്രോബ്ലംസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ളത് നോക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ 24ാമത്തെ പ്രോബ്ലം വരെ ചെയ്തത് 25ാമത്തെ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ബൈ എക്സിൻ്റെ പരമാവധി വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നുണ്ട്. എന്തായിരിക്കും മാക്സിമം വാല്യൂ എന്നുള്ളത് കണ്ടുപിടിക്കാം. പരമാവധി വില മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണും. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവും കാണും. അതിനുശേഷം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും.
ആ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇട്ട് കൊടുക്കുമ്പോൾ അത് ലെസ് ദാൻ 0 ആണോ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും നമ്മൾ. അതാണ് നമ്മൾ അത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യുക എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മാക്സിമം ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് log x ബൈ എക്സ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു, കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് log x എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് മൈനസ് log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, ഈ എക്സും എക്സും ക്യാൻസലായിപ്പോയി. അപ്പോൾ നമുക്കത് കിട്ടി 1 മൈനസ് log x ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വീണ്ടും കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം. കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 മൈനസ് log x. 1 മൈനസ് log എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 മൈനസ് log x ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അതെന്ത് വരും? 2x ബൈ എക്സ് സ്ക്വയർ പവർ 2. അപ്പോൾ എന്ത് വരും? x റൈസ് ടു 4. ഓക്കെ, നമ്മൾ വെട്ടി ചെറുതാക്കി സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് മൈനസ് 3 പ്ലസ് 2 log x ബൈ എക്സ് ക്യൂബ് എന്ന് കിട്ടും. ഈ വഴി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഞാൻ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 1 മൈനസ് log x ബൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇതിനർത്ഥം 1 മൈനസ് log x എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് log x ഈസ് ഈക്വൽ ടു 1. log x എപ്പോഴാണ് 1 ആവുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു ഇ ആകുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ഇനി നമ്മളത് എഫ് ഡബിൾ ഡാഷ് ഇനി നമ്മളത് സെക്കൻഡ് ഡെറിവേറ്റീവിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് കാണുന്നിടത്തൊക്കെ ഇ ഇട്ട് കൊടുക്കാം. ഓക്കെ, ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? മൈനസ് 1 ബൈ ഇ ക്യൂബാണ് കിട്ടുക. ഇതെന്തായാലും 0-നേക്കാൾ ചെറുതാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് പറയാം ഫംഗ്ഷൻ ഒരു മാക്സിമം ആണുള്ളത്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഒരു മിനിമം ആണുള്ളത്. അപ്പോൾ ഇതെന്താ കിട്ടിയത്? എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ഫംഗ്ഷൻ ഹാസ് എ മാക്സിമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഇ. ഓക്കെ, അപ്പോൾ മാക്സിമം ഉണ്ടെന്ന് കിട്ടി. ഇനി ഏതാണ് ആ മാക്സിമം വാല്യൂ എന്ന് അറിയാനായിട്ട് നമ്മൾ ചെയ്യുക, ഈ ഇ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മുടെ ഫസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇല്ലേ അതിലിട്ട് കൊടുക്കും. ഓക്കെ, to find the maximum value substitute x is equal to e into the original function. ഒറിജിനൽ ഫംഗ്ഷൻ എന്തായിരുന്നു? log x ബൈ എക്സ് ആണ്. എക്സിന് പകരം ഇ ഇട്ട് കൊടുത്തു. log ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 1 ബൈ ഇ. അപ്പോൾ മാക്സിമം വാല്യൂ log x ബൈ എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? 1 ബൈ ഇ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഇവിടെ ചെയ്തേ? നമുക്കൊരു മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം, അത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. അപ്പോൾ ഒരു പോയിന്റ് കിട്ടും. എന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിട്ട് ആ പോയിന്റ് സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഇട്ട് കൊടുക്കുക. കിട്ടുന്ന ഉത്തരം ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് അതിനൊരു മിനിമം ഉണ്ടെന്ന് പറയാം. ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് അതിനൊരു മാക്സിമം ഉണ്ടെന്ന് പറയാം. ഇവിടെ നമുക്ക് ലെസ് ദാൻ 0 ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ഉണ്ടെന്ന് പറയാം. ആ കിട്ടിയ പോയിന്റിൽ അതിനൊരു മാക്സിമം ഉണ്ടെന്ന് പറയാം. ഇനി മാക്സിമം പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ കിട്ടിയ പോയിന്റ് ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ 26ാമത്തെ ക്വസ്റ്റ്യൻ. Find the maximum and minimum value of the function f of x is equal to 2x cube minus 3x square minus 36x plus 10. നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു, ഒപ്പം തന്നെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 പോയിൻ്റാണ് കിട്ടുന്നത്. അപ്പോൾ 2 പോയിന്റിലും ചെക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ 2 പോയിന്റ് അതൊക്കെ കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു -2 എന്നും കിട്ടുന്നുണ്ട്, എക്സ് ഈസ് ഈക്വൽ ടു 3 എന്നും കിട്ടുന്നുണ്ട്. ആദ്യം നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാം. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന് പകരം -2 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? -30 ആണ് കിട്ടുന്നത്. ഇത് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ 0-ത്തേക്കാൾ ചെറുതാണെങ്കിൽ മാക്സിമം, വലുതാണെങ്കിൽ മിനിമം. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ 0 ആയതുകൊണ്ട് നമുക്ക് പറയുന്നത് ആ ഫംഗ്ഷന് ഒരു മാക്സിമം ഉണ്ട്. എവിടെ? എക്സ് ഈസ് ഈക്വൽ ടു -2ൽ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം ഉണ്ടെന്ന് കിട്ടി. ഇനി എന്താണ് മാക്സിമം വാല്യൂ എന്ന് കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി? നമ്മുടെ ഫംഗ്ഷനിൽ എക്സിന് പകരം -2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എഫ് ഓഫ് -2 കണ്ടാൽ മതി. എഫ് ഓഫ് -2 കാണുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 54. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 54. ഇനി അടുത്ത പോയിന്റ് എടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൽ എക്സിന് പകരം 3 ഇട്ട് കൊടുക്കാം. എന്താ കിട്ടിയത്? 30. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും? ഫംഗ്ഷന് മിനിമം ആയിരിക്കും ഉള്ളത്. അതായത് ഫംഗ്ഷൻ ഹാസ് എ മിനിമം വാല്യൂ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3. ഇനി മിനിമം ഉണ്ടെന്ന് കിട്ടി. ഇനി എന്തായിരിക്കും മിനിമം വാല്യൂ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ് ഈസ് ഈക്വൽ ടു 3 എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് 3 കണ്ടുപിടിക്കാം. ചെയ്ത് വരുമ്പോൾ ഇവിടെ -71. ഓക്കെ, അപ്പോൾ മാക്സിമം വാല്യൂം കിട്ടി, മിനിമം വാല്യൂ കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 3 പ്ലസ് 7 എക്സ് ബിലോങ്സ് ടു ആറിൻ്റെ ഏറ്റവും കുറഞ്ഞ വില A0, B7, C4, D10 ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറേ സ്റ്റെപ്പൊന്നും ചെയ്യാനില്ല. ഒരു കാര്യം ആലോചിക്കുക, മോഡുലസ് ഫംഗ്ഷൻ്റെ ഏറ്റവും കുറഞ്ഞ വില എന്താ? 0 അല്ലേ? ഏറ്റവും കുറഞ്ഞ വില എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് എക്സ് പ്ലസ് 3 മോഡ് എക്സ് പ്ലസ് 3 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് മോഡ് എക്സ് പ്ലസ് 3 എത്ര കിട്ടുള്ളൂ? നമുക്ക് 0 ആണ് കിട്ടുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ കുറഞ്ഞ വില എന്തായിരിക്കും? 0 + 7 അതായത് 7 ആയിരിക്കും. ഓക്കെ, മോഡ് എക്സിൻ്റെ ഏറ്റവും കുറഞ്ഞ വില 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? മോഡ് എക്സ് പ്ലസ് 3യുടെ വില 0 ആയിട്ട് എടുക്കാം. അപ്പോൾ മോഡ് എക്സ് പ്ലസ് 3 + 7 എന്ത് കിട്ടും? 0 + 7 = 7. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് √3 കോസ് എക്സിൻ്റെ പരമാവധി വില ആകുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് √3 കോസ് എക്സ് ആണ്. പരമാവധി വില മാക്സിമം വാല്യൂ എന്താ ചെയ്യാറ്? എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. എഫ് ഡാഷ് ഓഫ് എക്സ് 0 എന്ന് ഇട്ട് കൊടുക്കും. ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് 0 എന്ന് ഇട്ട് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? കോസ് എക്സ് മൈനസ് √3 സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. കോസ് എക്സ് എന്ന് പറയുന്നത് √3 സൈൻ എക്സ് എന്ന് കിട്ടി. അതായത് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 1/√3 എന്ന് കിട്ടി. അതായത് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു 1/√3. ടാൻ എക്സ് എപ്പോഴാണ് 1/√3 ആവുക? എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/√3 ആകുമ്പോൾ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടാൻ 30 എന്ന് പറയുന്നതാണ് 1/√3. ഓക്കെ, അതായത് നമുക്ക് എന്ത് കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു 30 ആകുമ്പോഴാണ് തന്നിരിക്കുന്ന ഫംഗ്ഷന് പരമാവധി വില ഉണ്ടാകുന്നത്. ഓക്കെ, ഇവിടെ നമ്മളോട് പരമാവധി വില എത്രയാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്, എപ്പോഴാണ് പരമാവധി വില ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എപ്പോഴാണ് പരമാവധി വിലയാകുക? എക്സ് ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി ആകുമ്പോഴാണ് പരമാവധി വിലയാവുക. പരമാവധി വില എത്രയാണെന്നൊന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, 29ാമത്തെ ക്വസ്റ്റ്യൻ. Given the function f of x is equal to x³ minus 6x² plus 5, determine the intervals where the function is concave up and concave down. അപ്പോൾ നമുക്ക് കോൺകേവ് അപ്പും കോൺകേവ് ഡൗൺ ആയിട്ടുള്ള ഇൻ്റർവെൽസ് കണ്ടുപിടിക്കാം. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ആദ്യം തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും, പിന്നെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. ഓക്കെ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 എന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സിൽ ആ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ 0 വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ കിട്ടിയിരിക്കുന്ന എക്സിന് നമുക്ക് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x³ മൈനസ് 6x² പ്ലസ് 5 ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? 3x² മൈനസ് 12x അല്ലേ? അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? ഇതിൻ്റെ ഡെറിവേറ്റീവ്, അതായത് 6x മൈനസ് 12. ഇനി എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 6x മൈനസ് 12 ഈസ് ഈക്വൽ ടു 0, അതായത് 6x ഈസ് ഈക്വൽ ടു 12, അതായത് x ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി നമ്മൾ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ്, അതായത് ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ അടുത്ത ഡെറിവേറ്റീവ് തേർഡ് ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ തേർഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്കറിയാം എന്ത് കിട്ടും? 6 എന്ന ആൻസർ കിട്ടും അല്ലേ? ഇനി ഇപ്പോൾ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 6 എന്നാണ് ആൻസർ കിട്ടുക. അതായത് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് 2. അപ്പം നമുക്കിനി -∞ ടു 2, അതുപോലെ തന്നെ 2 ടു -∞, ഈ രണ്ട് ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കോൺകേവ് അപ്പ് എവിടെയാണ് വരുന്നത്, കോൺകേവ് ഡൗൺ എവിടെയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇൻ്റർവെൽ എടുക്കാം, അതായത് -∞ ടു 2 വരെയുള്ള ഇൻ്റർവെൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഫ് ഡബിൾ ഡാഷിൽ 2-നേക്കാൾ ചെറിയൊരു വാല്യൂ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പം നമുക്ക് ആദ്യം x <2 ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 2-നേക്കാൾ ചെറിയ ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് x ഈസ് ഈക്വൽ ടു 1. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഫ് ഡബിൾ ഡാഷ് 1 ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിൽ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 6 × 1 - 12, അതായത് എന്ത് കിട്ടി? -6, അതായത് 0-നേക്കാൾ ചെറുതാണ്. അപ്പോൾ 0-നേക്കാൾ ചെറുതാണെങ്കിൽ കോൺകേവ് ഡൗൺ ആണ്, 0-നേക്കാൾ വലുതാണെങ്കിൽ കോൺകേവ് അപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ 0-നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയും? സോ ദ ഫംഗ്ഷൻ ഈസ് കോൺകേവ് ഡൗൺ. ഓക്കെ, അടുത്തത് നമ്മൾ 2-നേക്കാൾ വലിയൊരു വാല്യൂ എടുക്കുക, x > 2. അപ്പോൾ 2-നേക്കാൾ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ x ഈസ് ഈക്വൽ ടു 3 എന്നാണ് എടുത്തിരിക്കുന്നത്. എഫ് ഡബിൾ ഡാഷ് ഓഫ് 3 കണ്ടുപിടിക്കുക. അതെനിക്ക് 6 ആണ് കിട്ടിയത്. അത് > 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ ദ ഫംഗ്ഷൻ ഈസ് കോൺകേവ് അപ്പ്. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അതായത് ദ ഫംഗ്ഷൻ ഈസ് കോൺകേവ് ഡൗൺ ഓൺ ദ ഇൻ്റർവൽ -∞ ടു ആൻഡ് കോൺകേവ് അപ്പ് ഓൺ ദ ഇൻ്റർവൽ 2 ∞. ഓക്കെ,
-∞ ടു 2 വരെയുള്ള ഓപ്പൺ ഇൻ്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ കോൺകേവ് ഡൗണും 2 ടു ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ കോൺകേവ് അപ്പും ആണെന്ന് കിട്ടി. ഓക്കെ, നമ്മളോട് ഇൻ്റർവെൽ കണ്ടുപിടിക്കാനല്ല പറഞ്ഞപ്പോൾ 2 ഇൻ്റർവെൽ നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഫോർ ദ ഫംഗ്ഷൻ g of x is equal to x⁴ minus 12x². ഇവിടെ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ g of x എന്ന് പറയുന്നത് x⁴ minus 12x² ആണ്. g' of x എന്ത് വരും? 4x³ minus 24x കിട്ടും. g" of x സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വരും? 12x² minus 24. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? f" of x is equal to 0 എന്ന് കൊടുക്കുക, എന്നിട്ട് x കണ്ടുപിടിക്കുക. g" of x is equal to 0 എന്ന് കൊടുത്തു, അതായത് 12x² minus 24 is equal to 0. ഇതിൽ നിന്ന് x² is equal to 2 എന്ന് കിട്ടും, അതായത് x is equal to +or - √2. അപ്പോൾ എനിക്ക് 2 പോയിന്റ് കിട്ടി, +√2 എന്നും -√2 എന്നും ഇല്ലേ? അപ്പോൾ രണ്ടിലും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, -∞ ടു -√2, പിന്നെ √2 ടു -√2 ടു √2, പിന്നെ √2 ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ 3 ഇൻ്റർവെൽ വരുന്നത്. ഈ ഓരോ ഇൻ്റർവെല്ലിലും എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കോൺകേവ് ഡൗണും ഇവിടെ കോൺകേവും അപ്പും ആണെങ്കിലാണ് നമ്മൾ ഈ പോയിന്റിന് എന്താ പറയുക? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് ഈ പോയിന്റിൻ്റെ ഒരു സൈഡിൽ അപ്പും ഒരു സൈഡിൽ ഡൗണും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ x -√2 ആണ് എടുക്കുന്നത്. ഓക്കെ, s -√2 ചെക്ക് ചെയ്ത് നോക്കുക. ഏതെടുക്കാം നമുക്ക്? -√2നേക്കാൾ ചെറിയൊരു വാല്യൂ ആണ് എന്ത്? -2. അപ്പോൾ g" of -2 ഇട്ട് കൊടുത്തു, അപ്പോൾ എന്ത് കിട്ടി? 24. അതിൻ്റെ അർത്ഥം എന്താ? >0 ആണ്, കോൺകേവ് അപ്പാണ്. ഇനി അടുത്തത് എന്തെടുക്കണ്ടേ? -√2നും √2നും ഇടയിലുള്ള സംഖ്യ, അതായത് ഫോർ -√2 x √2. അപ്പോൾ ഇതിന് രണ്ടിനിടയിൽ ഞാൻ 0 ആണ് എടുക്കുന്നത്. അപ്പോൾ g" of 0 എന്ന് പറയുന്നത് -24 ആണ്, അത് >0 ആണ്. അപ്പോൾ കോൺകേവ് ഡൗൺ. ഓക്കെ, അടുത്തത് അടുത്ത ഇൻ്റർവെല്ലിൽ നിന്ന് x >√2. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് x is equal to 2 എന്നാണ്. അപ്പോൾ g" of 2 എന്ത് വരും? 24. അതെന്ത് കിട്ടി? >0 ആണ്, അത് കോൺകേവ് അപ്പ് എന്ന് കിട്ടി. അതായത് നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്? ഈ ഇൻ്റർവെല്ലിൽ കോൺകേവ് അപ്പും ഈ ഇൻ്റർവെല്ലിൽ കോൺകേവ് ഡൗണും. അപ്പോൾ ഇതെന്തായി? x is equal to -√2 എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനായി. ഇനി ഇതിൽ ഡൗണും ഇതിൽ അപ്പും, അപ്പോൾ ഈ പോയിന്റ് എന്തായി? അതും ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനായി അല്ലേ? ഓക്കെ, നമ്മൾ പിന്നെ ചെക്ക് ചെയ്യുക എങ്ങനെയായിരുന്നു? g" of x is equal to 0 എന്ന് കൊടുക്കും. കിട്ടുന്ന പോയിന്റിൽ g" of x ചെക്ക് ചെയ്യും. അത് ≠0 ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? അത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ g" of √2 ചെക്ക് ചെയ്തപ്പോഴും എനിക്ക് ≠0 ആണ് കിട്ടിയത്, -√2 ചെക്ക് ചെയ്തപ്പോഴും ≠0 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ ആർ ഏത് വരും? x is equal to √2 ആൻഡ് x is equal to -√2. അടുത്തൊരു നോട്ടാണ്, അതായത് there is a point of inflection if f" of x is undefined. f" of x അൺഡിഫൈൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടെന്ന് പറയാം കേട്ടോ. 31ാമത്തെ ക്വസ്റ്റ്യൻ, f of x is equal to 4x - 1/3 - 2x തിരശ്ചീന അസംപാത രേഖ ഏത്? അതായത് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. f of x എന്ന് പറയുന്നത് 4x - 1/3 - 2x. തിരശ്ചീന അസംപാത രേഖകളിൽ എന്താ പറയുന്നത്? നമ്മൾ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. ഓക്കെ, ഇത് നമുക്ക് ഇത് വെച്ച് ഈ ഫംഗ്ഷൻ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് if the numerator's degree is greater than the denominator degree, there is no horizontal asymptote. അതായത് ഇവിടെ എക്സിൻ്റെ ഡിഗ്രി 1 ആണ്, ഇവിടെ എക്സിൻ്റെ ഡിഗ്രി 1 ആണ്. പക്ഷേ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയേക്കാൾ കൂടുതലായാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഇല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ വലുതാണെങ്കിൽ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഇല്ല. ഓക്കെ, ഇനി ഈ കേസിൽ രണ്ടും ഈക്വൽ ആണ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക? If the degrees are equal, the horizontal asymptote is found by dividing the leading coefficient. അതായത് നമ്മുടെ ന്യൂമറേറ്ററിലെ എക്സിൻ്റെ കോഫിഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ എക്സിൻ്റെ കോഫിഷ്യൻറ്റ്. എക്സിൻ്റെ എന്ന് പറയാൻ കാരണം അത് രണ്ട് ഈക്വൽ ആയതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഡിഗ്രി 1 ആയതുകൊണ്ടാണ്. x² ആണ് രണ്ടിലൊന്ന് വെച്ചാൽ നമ്മൾ x² കോഫിഷ്യൻ്റ് ആണ് എടുക്കുക. ഓക്കെ,
ഇതിൽ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ന്യൂമറേറ്ററിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ 4, ഡിനോമിനേറ്ററിലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ -2. അപ്പോൾ 4/-2 which is equal to -2. അതായത് y is equal to -2 ആണ് എന്ത് ഇവിടുത്തെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. ഓക്കെ, ഇനി നേരെ തിരിച്ച്, നേരത്തെ പറഞ്ഞു ന്യൂമറേറ്റർ വലുതാണെങ്കിൽ എന്തില്ല, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഇല്ല. ഇനി ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയേക്കാൾ ചെറുതാണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. If the numerator's degree is less than the denominator's degree, then horizontal asymptote at y is equal to 0. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, y is equal to 0 ആയിരിക്കും എന്ത് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തെറ്റരുത്. ന്യൂമറേറ്റർ വലുതാണെങ്കിൽ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഇല്ല, ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ചെറുതാണ്, ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, y is equal to 0 എന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. g of x is equal to x² plus 3x minus 4 by x minus 4ൻ്റെ ലംബ അസംപാത രേഖ ഏത്? ലംബ അസംപാത രേഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാണ് എന്ത് ലംബ അസംപാത രേഖ. ഓക്കെ, 4 ഓപ്ഷൻ വന്നിരുത്. നേരത്തെ ചെയ്ത പ്രോബ്ലം നമ്മൾ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടിൻ്റെ ആയിരുന്നു, ഇത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ടിൻ്റെയാണ്. അപ്പോൾ നോക്കാം കേട്ടോ. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ x - 4 is equal to 0 എന്ന് കിട്ടും, അതായത് x is equal to 4 കിട്ടും. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഈ x is equal to 4 എന്ന് കിട്ടിയില്ലേ, അത് നമ്മൾ ന്യൂമറേറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടാൻ പാടില്ല, നമുക്ക് 0 കിട്ടാൻ പാടില്ല. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, x is equal to 4 എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ന്യൂമറേറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് 0 കിട്ടുകയാണെങ്കിൽ എന്ത് പറയാം, അവിടെ ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഇല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ x is equal to 4 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റി, x is equal to 4 എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാണെന്ന് പറയാൻ പറ്റി. ഇനി ന്യൂമറേറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് പറയണം, then there is no vertical asymptote. ഓക്കെ, ഇതൊന്ന് നോക്കി വയ്ക്കുക. Find the vertical asymptote, അതായത് ലംബ അസംപാത രേഖ ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to x² minus 4 by x minus 2. equal to 0 കൊടുക്കുക, അതായത് x minus 2 is equal to 0, അതായത് x is equal to 2. ഇനി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, ന്യൂമറേറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ 2² minus 4 is equal to 0. ഈ ന്യൂമറേറ്റർ എന്തായിട്ട് കിട്ടി, 0 ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുൻപ് പറഞ്ഞ പോലെ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഇല്ല എന്ന് പറയാം. ഓക്കെ, when x is equal to 2, both numerator and denominator are 0. This means x is equal to 2 is a hole in the graph, not a vertical asymptote. ഓക്കെ, അതൊരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് അല്ല, അതൊരു ഹോളാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ e⁵x + 7 dx എത്രയെന്ന് കാണാം. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. കുറേ ഇക്വേഷൻസ് ഇൻ്റഗ്രേഷനിൽ പഠിക്കാണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ 12th ടെക്സ്റ്റിൽ ധാരാളം ഉണ്ട്. അത് വെച്ചിട്ട് ഇക്വേഷൻ വെച്ച് ചെയ്തിരിക്കുന്നതാണിത്. ഇൻ്റഗ്രൽ e⁵x + 7 dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/5 e⁵x + 7 തന്നെയാണ്, പ്ലസ് c. ഓക്കെ, അടുത്തത് ഇൻ്റഗ്രൽ 3x² - 4x + 1 all⁵5 × 3x - 2 dx കാണാം. ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലേതെങ്കിലും ഫംഗ്ഷൻ മറ്റേ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നുണ്ടോ ഒന്ന് നോക്കിക്കേ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, 6x - 4 അല്ലേ, അതിൽ നിന്നൊരു 2 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 3x - 2. അപ്പോൾ നമ്മളിവിടെ ചെയ്യുക, ഇതിനെ നമ്മൾ t എന്ന് എടുക്കും. ഓക്കെ, അപ്പോൾ t is equal to 3x² - 4x + 1. ഇതിനെ x വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും, dt/dx is equal to 6x - 4 അല്ലേ. ഓക്കെ, ഇനി ഈ dxനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. dxനെ ഇങ്ങോട്ട് കൊണ്ടുപോയി എന്ത് വരും, 6x - 4 dx. ഇതിൽ നിന്ന് 2നെ പുറത്തേക്ക് എടുത്തപ്പോൾ എന്ത് വന്നു, 2 × 3x - 2 × dx അല്ലേ. നമുക്കിതിൽ എത്ര ആവശ്യമുള്ളൂ, 3x - 2 × dx ആവശ്യമുള്ളൂ. 2ൻ്റെ ആവശ്യമില്ല, അപ്പോൾ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്ത് വന്നു, dt/2 is equal to 3x - 2 × dx. 3x - 2 × dx. ഈ ടേമും കിട്ടി, ഈ ടേമും കിട്ടി. ഇത് t എന്ന് എടുത്തു, ഇതെന്ത് കിട്ടി നമുക്ക്, dt/2. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം, ഇൻ്റഗ്രൽ 3x² - 4x + 1 all⁵5 × 3x - 2 dx is equal to, ഇത് t അല്ല എടുത്തത്, അപ്പോൾ t⁵5 ഇത് എത്ര കിട്ടി നമുക്ക്, dt/2. അപ്പോൾ നമുക്ക് 1/2നെ പുറത്തേക്ക് എടുക്കാം. 1/2നെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും, ഇൻ്റഗ്രൽ t⁵5 dt. ഇൻ്റഗ്രൽ t⁵5 dt എന്ന് പറഞ്ഞാൽ എന്താ, t⁵5 + 1/5 + 1, അതായത് t⁵6/6.
പ്ലസ് സി. ഇനി ടിക്ക് പകരം എന്തിട്ട് കൊടുക്കുക? നമ്മൾ എന്തായിരുന്നു ടി ആയിട്ട് എടുത്തത്? 3x² - 4x + 1 ആയിരുന്നു. അപ്പോൾ ടിക്ക് പകരം എന്തിട്ട് കൊടുത്തു? 3x² - 4x + 1. ഓക്കെ, 2 × 6 12 ആയിട്ട് കിട്ടി. all raised to 6 + c. ഓക്കെ, ഇൻ്റഗ്രൽ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ലേ? അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഒന്നിൻ്റെ ഡെറിവേറ്റീവ് അതിലുണ്ടോയെന്ന്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. 36ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ x × e⁻x² dx കാണുക. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിൽ ഏതിൻ്റെ x² ഡെറിവേറ്റീവ് നമുക്കറിയാം 2x. ആ 2 ഇല്ലെങ്കിലും x ഇതിലുണ്ട്. അപ്പം നമ്മളിവിടെ എടുക്കുന്ന ടി എന്തായിരിക്കും? x² ആണ് ടി ആയിട്ട് എടുക്കുന്നത്. t = x². നേരത്തെ ചെയ്ത പോലെ ആണെങ്കിൽ dt/dx എന്ത് വരും? 2x. നമുക്ക് എത്ര ആവശ്യമുള്ളൂ? x dx ആവശ്യമുള്ളൂ. അപ്പോൾ x dx എന്ന് പറയുന്നത് എന്ത് വരും? dt/2. ഇനി ഇൻ്റഗ്രൽ നമ്മൾ അപ്ലൈ ചെയ്യാം. therefore integral x × e⁻x² dx is equal to e⁻x² എങ്ങനെ എഴുതാം? e⁻t. x dx എങ്ങനെ എഴുതാം? dt/2. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 1/2 × e⁻t + c എന്ന് കിട്ടും. അതിൽ നമ്മൾ ടിക്ക് പകരം എന്തിട്ട് കൊടുക്കുക? x² എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ ആൻസർ കിട്ടും? e⁻x²/2 + c എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.